നമസ്തേ, നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയം മാനവയുടെ ആമുഖം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ പ്രതികാരത്തിന്റെ കടാര പരാജയപ്പെടുന്നത് കണ്ടു. ഇന്ന് കുറ്റവാളിയായ നാസിറിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നു. എന്നാൽ നാസിറിന്റെ ദൗർഭാഗ്യം അവനെ വീണ്ടും അതേ കോടതിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ന്യായാധിപൻ ഫിർദൌസിന്റെ ഭർത്താവ് ഹരീഷ് ചന്ദ്രജിയാണ്. കുറ്റവാളിയുടെ മിഥ്യാധാരണ ഫിർദൌസിന് നേരെയുള്ള ആക്രമണം തന്റെ മതത്തോടുള്ള കടമയാണെന്നും ഒരു കാഫിറിനെ വിവാഹം കഴിക്കാൻ അവൾക്ക് അവകാശമില്ലെന്നും നാസിർ കരുതുന്നു. അവൻ ഇപ്പോൾ യോഗേഷ് എന്ന് വേഷം മാറി പ്രതികാരം ചെയ്യാൻ ഒരു കപട വിവാഹത്തിന് പദ്ധതിയിടുന്നു. ന്യായാധിപന്റെ ധർമ്മസങ്കടം ഹരീഷ് ചന്ദ്രജി ദുഃഖിതനാണ്. ഈ കേസ് മറ്റൊരു ജഡ്ജിക്ക് കൈമാറാൻ അദ്ദേഹം ആലോചിക്കുന്നു. കാരണം ഇത് ഇനി നിയമം വേഴ്സസ് കുറ്റകൃത്യം മാത്രമല്ല, സമുദായം വേഴ്സസ് സമുദായം, പുരുഷൻ വേഴ്സസ് സ്ത്രീ, അതിലുപരി മാനവികത വേഴ്സസ് മൃഗീയത ആയി മാറിയിരിക്കുന്നു. എന്നാൽ ഫിർദൌസിന് തന്റെ ഭർത്താവിനെ ദുഃഖിതനായി കാണാൻ കഴിയില്ല. അവൾ ഹരീഷ് ചന്ദ്രജിയുടെ കൈ അവളുടെ തുടിക്കുന്ന വയറ്റിൽ വെക്കുകയും സ്നേഹത്തിന്റെ ചിരി തിരികെ നൽകുകയും ചെയ്യുന്നു. ഫിർദൌസ് തന്റെ അനുഭവവും യുക്തിയും കൊണ്ട് ഹരീഷ് ചന്ദ്രയോട് വിശദീകരിക്കുന്നു. നീതിയുടെ ഔന്നത്യം, ഇതിൽ നിങ്ങൾ നൽകുന്ന നീതി നീതിയുടെ തുലാസിൽ ഏറ്റവും മികച്ചതാണെന്ന് തെളിയും. എന്തുകൊണ്ട്? കാരണം ഹരീഷ് ചന്ദ്ര തിന്മയെയും വ്യക്തിയെയും വേർതിരിച്ചു കാണുന്നു. ന്യായാധിപൻ ഹരീഷ് ചന്ദ്രയുടെ യഥാർത്ഥ നീതി ദർശനം നിങ്ങൾ കേൾക്കും. അദ്ദേഹം വിശദീകരിക്കുന്നു, ശിക്ഷ നൽകുന്നതിന്റെ ഉദ്ദേശ്യം കുറ്റവാളിയുടെ കുറ്റവാസന മാറണമെന്നതാണ്. നാസിറിന്റെ കണ്ണുകളിൽ അത്ര കട്ടിയുള്ള ഒരു തുണി കെട്ടിയിരിക്കുന്നു. അത് കാരണം അവന് സ്വന്തം കുടുംബത്തിന്റെ നല്ലതുപോലും കാണാൻ കഴിയുന്നില്ല. ഹരീഷ് ചന്ദ്രജി തന്റെ ഭാര്യയെ പരസ്യമായി പ്രശംസിക്കുന്നു. നിങ്ങൾ എനിക്ക് അത്തരമൊരു പ്രചോദനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിജയിച്ച ഓരോ പുരുഷന്റെയും പിന്നിൽ തീർച്ചയായും ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നത്. അവസാനം മാൻമിഴികളുള്ള ഫിർദൌസ് തന്റെ ഭർത്താവിനോട് എന്താണ് പറഞ്ഞത്? അവളുടെ നിഷ്ഫലമായ ജീവിതം അർത്ഥപൂർണമായതിന്റെ അനുഭവം അവൾ എങ്ങനെ വിവരിച്ചു? ആ അറിയപ്പെടാത്ത മുതിർന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ച സഹായവും ഹരീഷ് ചന്ദ്രയുടെ സ്നേഹവും ഫിർദൌസിന്റെ ജീവിതത്തെ എങ്ങനെ പൂർണ്ണമാക്കി? യുക്തി, സ്നേഹം, നീതി, സമർപ്പണം എന്നിവയുടെ ഈ സമ്പൂർണ്ണ ഗാഥ കേൾക്കുക മാനവ പരിചയത്തിന്റെ അവസാന എപ്പിസോഡിൽ. നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 7, ന്യായാധിപന്റെ ധർമ്മസങ്കടവും സ്നേഹത്തിന്റെ പൂർണ്ണതയും. നാസിറിന് തന്റെ രോഗിയായ അബ്ബുവിനെ കാണാനും ചികിത്സയ്ക്കുമായി ലഭിച്ച 15 ദിവസത്തെ പരോൾ ഫിർദൌസിന് നേരെയുള്ള അവന്റെ ആക്രമണം കാരണം അറസ്റ്റിലായതോടെ 4 ദിവസത്തിനുള്ളിൽ സ്വയമേവ അവസാനിച്ചു. ഒരു കുറ്റവാളി തന്റെ ഓരോ പ്രവൃത്തിയും ഏത് കോണിൽ നിന്നാണ് കാണുന്നത് എന്ന് അറിയില്ല. അവന് സ്വന്തം തെറ്റ് കാണാനേ കഴിയുന്നില്ല. അത്തരമൊരു വിചിത്രമായ കോണിൽ നിന്നാണ് നാസിറും ഫിർദൌസിന് നേരെ നടത്തിയ ആക്രമണത്തെ കാണുന്നത്. ഫിർദൌസിന് നേരെയുള്ള ആക്രമണത്തെ അവൻ മതത്തോടുള്ള തന്റെ കടമയായിട്ടാണ് കാണുന്നത്. താൻ ഒരു കാഫിർ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ അത് തന്റെ അവകാശമാണെന്നും, എന്നാൽ ഫിർദൌസിന് ഒരു കാഫിറിനെ വിവാഹം കഴിക്കാനും അവന്റെ കുഞ്ഞിന് അമ്മയാകാനും അവകാശമില്ലെന്നും അവൻ കരുതുന്നു. ഫിർദൌസ് ഈ 2 കാര്യങ്ങളും ചെയ്തതിനാൽ അവളുടെ ഗർഭപാത്രത്തിലെ ശിശുവിനെ കൊല്ലാൻ ലക്ഷ്യമിട്ട് അവൻ നടത്തിയ ആക്രമണം തികച്ചും ശരിയാണ്. വീണ്ടും അറസ്റ്റിലായതിൽ അവന് 2 കാര്യങ്ങൾ കൊണ്ടാണ് ദുഃഖം. ഒന്നാമതായി, നർഗിസും പാർട്ടിയും എത്തിയത് കാരണം അവന്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി, അവന്റെ അറസ്റ്റ് കാരണം രോഗിയായ അബ്ബുവിനെ പരിചരിക്കുന്ന അവന്റെ കടമ അപൂർണമായി തുടർന്നു. ജയിലിലേക്ക് തിരിച്ചയച്ചപ്പോൾ ഈ കാരണങ്ങളാൽ നാസിർ അതീവ ദേഷ്യത്തിലും നിരാശയിലുമായിരുന്നു. ഇപ്പോൾ അവൻ ചിന്തിക്കുന്നു, തന്റെ ആ പരിശുദ്ധ ലക്ഷ്യങ്ങളിൽ തൽക്കാലം താൻ പരാജയപ്പെട്ടു എന്ന്. ശിക്ഷ പൂർത്തിയാക്കി മോചിതനായ ശേഷം തീർച്ചയായും ഇതിന് പ്രതികാരം ചെയ്യും. അപ്പോൾ അവൻ ഒരു കാഫിർ പെൺകുട്ടിയെ വിവാഹം കഴിക്കും. ഇതിനായി താൻ ഒരു കാഫിറായി സ്വയം ചിത്രീകരിക്കേണ്ടിവന്നാൽ യോഗേഷ് എന്ന കപട പേര് സ്വീകരിച്ച് അങ്ങനെ ചെയ്യുമെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫിർദൌസിനെ ആക്രമിച്ച കുറ്റത്തിന് പോലീസിനാൽ നാസിറിനെ കോടതിയിൽ ഹാജരാക്കി. യാദൃശ്ചികമായി അതേ ദിവസം ഫിർദൌസിന്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥ മെച്ചപ്പെട്ട ശേഷം ഹരീഷ് ചന്ദ്രജി അവധിക്കാലത്തുനിന്ന് തിരിച്ചെത്തി. തന്റെ കേസും ഹരീഷ് ചന്ദ്രജിയുടെ കോടതിയിൽ തന്റെ മുന്നിൽ തന്നെ വന്നത് കണ്ട് നാസിറിന് തന്റെ ദൗർഭാഗ്യത്തെ ഓർത്ത് കരച്ചിൽ വന്നു. നാസിറിന്റെ മുത്തലാഖ് സംബന്ധിച്ച മുൻ കേസിലും ഹരീഷ് ചന്ദ്രജി തന്നെയാണ് അവനെതിരെ വിധി പറഞ്ഞിരുന്നത്. ഇപ്പോഴാകട്ടെ ഹരീഷ് ചന്ദ്ര ഫിർദൌസിന്റെ ഭർത്താവ് കൂടിയാണ്. ന്യായാധിപൻ ഇപ്പോൾ തന്നോട് കർശനമായി പെരുമാറുമെന്ന് നാസിർ നിരാശനായി. ഹാജരാക്കിയ കുറ്റപത്രം കേട്ട ശേഷം ന്യായാധിപൻ അടുത്ത തീയതി 3 ആഴ്ചയ്ക്ക് ശേഷം നൽകി. കോടതിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം ആ രാത്രിയിൽ ഹരീഷ് ചന്ദ്രജി മറ്റു ദിവസങ്ങളെക്കാളും തന്റെ സ്വഭാവത്തിന് വിപരീതമായി തന്നിൽ തന്നെ ഒതുങ്ങി മൗനമായി കാണപ്പെട്ടു. ഫിർദൌസ് അതിന്റെ കാരണം തിരിച്ചറിഞ്ഞു. രാവിലെ തന്നെ ഫിർദൌസ് പോർട്ടലിൽ ഓൺലൈനായി നാസിർ അവളെ ആക്രമിച്ച കേസ് ഹരീഷ് ചന്ദ്രജിയുടെ മുന്നിൽ വിചാരണയ്ക്ക് വെച്ചിട്ടുണ്ടെന്ന് കണ്ടിരുന്നു.
നാസിറിനെ വീണ്ടും മുന്നിൽ കാണുന്നത് ഹരീഷ്ചന്ദ്രജിക്ക് അസുഖകരമായി തോന്നിയെന്ന് ഫിർദൌസ് വിചാരിച്ചു. അപ്പോൾ ഫിർദൌസ് മനസ്സിൽ ഭർത്താവിന്റെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു വഴി കണ്ടെത്തി. ഫിർദൌസ് ഹരീഷ്ചന്ദ്രജിയുടെ മുന്നിൽ പോയി നിന്നു. ഫിർദൌസ് അദ്ദേഹത്തിന്റെ കൈയെടുത്ത് വയറ്റത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു, ജി, നോക്കൂ, നിങ്ങളുടെ ഈ കുഞ്ഞ് നിങ്ങളെക്കാൾ കൂടുതൽ ഉന്മേഷവാനായിരിക്കുന്നു. ഗർഭത്തിൽ തന്നെ എത്രത്തോളം ചാട്ടവും ബഹളവുമാണ് ഇതുണ്ടാക്കുന്നത്. ഹരീഷ്ചന്ദ്രജി അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഫിർദൌസ്, ഇവൻ നിങ്ങളെപ്പോലെയാണ്. ഹരീഷ്ചന്ദ്രജിയുടെ ഈ ചിരി മാത്രമാണ് ഫിർദൌസ് കാണാൻ ആഗ്രഹിച്ചത്. ഇപ്പോൾ അവൾ പ്രധാന വിഷയത്തിലേക്ക് വന്നു. അവൾ ചോദിച്ചു, ഇന്ന് നിങ്ങൾ അല്പം അസ്വസ്ഥനാണെന്ന് തോന്നുന്നു. കോടതിയിൽ എന്തെങ്കിലും പ്രത്യേക സംഭവമുണ്ടായോ? ഹരീഷ്ചന്ദ്ര മറുപടി പറഞ്ഞു, സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഫിർദൌസ് വികാരഭരിതയായി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ജി, നിങ്ങൾ പറയണം, എനിക്കറിയണം. അപ്പോൾ ഹരീഷ്ചന്ദ്ര പറഞ്ഞു, നിങ്ങൾക്കെതിരായ ആക്രമണക്കേസിന്റെ വാദം എന്റെ മുന്നിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എന്റെ വിമുഖത അറിയിച്ച് അത് മറ്റൊരു ന്യായാധിപന്റെ കോടതിയിലേക്ക് മാറ്റണമെന്ന് ഞാൻ ആലോചിക്കുന്നു. ഫിർദൌസ് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? ഹരീഷ്ചന്ദ്ര പറഞ്ഞു, ഈ കേസ് എന്നോടൊപ്പം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം നാസിർ എന്നെ കാഫിർ എന്ന് വിളിച്ചത് കാരണം ഇത് ഒരു സമുദായം വേഴ്സസ് മറ്റൊരു സമുദായം ആയി മാറിയിരിക്കുന്നു. ഫിർദൌസ് പറഞ്ഞു, അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്. നാസിറിനെപ്പോലുള്ള ഈ ആളുകൾ സ്വയം ഏത് സമുദായത്തിലെ പെൺകുട്ടിയെയും വിവാഹം കഴിക്കുന്നു. പക്ഷേ തങ്ങളെ ഉപേക്ഷിച്ച ഭാര്യ പോലും മറ്റൊരു സമുദായത്തിൽ വിവാഹം കഴിക്കുന്നത് സഹിക്കാൻ കഴിയുന്നില്ല. ഇവർ രക്തച്ചൊരിച്ചിലിന് തയ്യാറാകുന്നു. കേസ് ഇങ്ങനെയായതുകൊണ്ട് ഇത് പുരുഷൻ വേഴ്സസ് സ്ത്രീ എന്നുമായിരിക്കുന്നു. ഹരീഷ്ചന്ദ്ര പറഞ്ഞു, ഞാൻ ഇതിനെ മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്നും കാണുന്നുണ്ട്. ഫിർദൌസ് ചോദിച്ചു, അതെന്താണ്? ഹരീഷ്ചന്ദ്ര മറുപടി പറഞ്ഞു, മൃഗീയതയാണ് നിലവിൽ അവനിൽ സവാരി ചെയ്യുന്നത്. അവനോട്, ഗർഭസ്ഥ ശിശുവിനോട് യാതൊരു ദ്രോഹവും ചെയ്യാത്ത പൂർണ്ണമായും നിഷ്കളങ്കനായ ഒരു ഭ്രൂണത്തെ കൊല്ലാൻ അവൻ ശ്രമിച്ചു. ഈ കാഴ്ചപ്പാടിൽ ഈ കേസ് മാനവികത വേഴ്സസ് മൃഗീയത ആയി മാറിയിരിക്കുന്നു. ഈ കേസിന്റെ വിധിയിൽ രണ്ട് സമുദായങ്ങളുടെയും ആകാംക്ഷ ഉണർന്നിരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു മെട്രോപൊളിറ്റൻ സെഷൻസ് ജഡ്ജി എന്ന നിലയിൽ ഇതിൽ നീതി ചെയ്യാൻ ഞാൻ എന്നെ തന്നെ യോഗ്യനായി കണക്കാക്കുന്നില്ല. അതുകൊണ്ട് ഇതിന്റെ വാദം കേൾക്കുന്നത് ഒഴിവാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫിർദൌസ് പറഞ്ഞു, നിങ്ങളുടെ ഇഷ്ടം എന്തായിരുന്നാലും, പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാൻ കഴിയും, ഇതിൽ നിങ്ങൾ നൽകുന്ന നീതി നീതിയുടെ തുലാസിൽ ഏറ്റവും മികച്ചതാണെന്ന് തെളിയും. ഹരീഷ്ചന്ദ്രജി ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്നിൽ ഇത്ര വിശ്വാസം? ഫിർദൌസ് പറഞ്ഞു, അന്ന് ഞാൻ ദേഷ്യത്തിൽ അവനെ, നാസിറിനെ, മനുഷ്യൻ എന്ന് വിളിക്കുന്നത് മനുഷ്യന് അപമാനമാണെന്ന് പറയുകയായിരുന്നു. എന്നാൽ നിങ്ങൾ താരതമ്യേന ശാന്തനായിരുന്നു. ഞാൻ നിങ്ങളെ ദേഷ്യത്തോടെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് എല്ലാ വശങ്ങളെയും കാണാൻ കഴിയുന്ന ഒരു അത്ഭുതകരമായ കാഴ്ചപ്പാടുണ്ട്. അത് ഒരു മികച്ച ന്യായാധിപനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതാണ്. നിങ്ങൾ വ്യക്തിയെയും തിന്മയെയും രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ കാണുന്നു. ഇതുകാരണം ഏതൊരു കേസിലും നിങ്ങൾ നൽകുന്ന നീതി പൂർണ്ണമായിരിക്കും. ഹരീഷ്ചന്ദ്രജി ആശ്ചര്യവും അഭിനന്ദനവും കലർന്ന നോട്ടത്തോടെ ഫിർദൌസിനെ നോക്കി പറഞ്ഞു, ചിലപ്പോഴൊക്കെ എന്നെക്കുറിച്ച് എനിക്ക് അറിയാത്തത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്രശംസയിൽ ഫിർദൌസ് ലജ്ജിച്ചു. അവൾ കൺപോളകൾ താഴ്ത്തി. ഹരീഷ്ചന്ദ്ര അപ്പോൾ ന്യായാധിപനിൽ നിന്ന് ഭർത്താവായി മാറി. അദ്ദേഹം ഫിർദൌസിന്റെ താഴ്ത്തിയ കൺപോളകളിൽ മാറി മാറി ചുംബിച്ചു. അപ്പോൾ തന്റെ വലുതായ വയറിനെ സംരക്ഷിച്ചുകൊണ്ട് ഫിർദൌസ് ഭർത്താവിനെ തന്റെ കൈകളിൽ ചേർത്തുപിടിച്ചു. അവർ കുറച്ചു മിനിറ്റുകൾ ആലിംഗനത്തിന്റെ സുഖം അനുഭവിച്ചു. അപ്പോൾ ഹരീഷ്ചന്ദ്ര സംഭാഷണം തുടർന്നു പറഞ്ഞു, ഫിർദൌസ്, ഈ രാജ്യം നമ്മുടേതാണ്. അങ്ങനെയുള്ളപ്പോൾ ഇതിലെ പൗരന്മാരായി നമ്മൾ അസ്വസ്ഥതയാൽ സാമൂഹിക പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നത് നല്ല കാര്യമല്ല. ഞാൻ ഒരു പൗരൻ മാത്രമല്ല, ഉത്തരവാദിത്വമുള്ള സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എല്ലാ വശങ്ങളും സാഹചര്യങ്ങളും പരിഗണിച്ച് പ്രവർത്തിക്കണം. യഥാർത്ഥ നീതിയുടെ ലക്ഷ്യം ശിക്ഷ നൽകുക എന്നത് മാത്രമല്ല, ഇതിൽ ശിക്ഷ നൽകുന്നതിന്റെ ഉദ്ദേശ്യം കുറ്റവാളിയുടെ കുറ്റവാസന മാറണമെന്നതാണ്. ഫിർദൌസ് മന്ത്രമുഗ്ധയായി ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. ഇത് കണ്ടിട്ട് ഹരീഷ്ചന്ദ്ര ആവേശത്തോടെ തുടർന്നു, നിങ്ങൾ കണ്ടല്ലോ, നാസിറിന്റെ കണ്ണുകളിൽ കടുത്ത ചിന്താഗതിയുടെ റാഡിക്കൽ ഐഡിയോളജി അത്ര കട്ടിയുള്ള തുണി കെട്ടിയിരിക്കുന്നു. അത് കാരണം അവന് സമൂഹത്തിന് ഗുണകരമായത് പോകട്ടെ, സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്കു വേണ്ടി പോലും എങ്ങനെ പെരുമാറണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്ന് പോലും കാണാൻ കഴിയുന്നില്ല. നിങ്ങളെപ്പോലുള്ള ബുദ്ധിമതിയും അഭിഭാഷകയുമായ ഭാര്യയെ തലാഖ് നൽകി അവൻ വലിയ തെറ്റാണ് ചെയ്തത്. അതിലും വലിയ തെറ്റ് അവൻ ജയിലിലെ ഏകാന്തതയിൽ ജീവിതത്തെ മനസ്സിലാക്കാൻ ഒരു ശ്രമവും നടത്താതെയിരിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് ഹരീഷ്ചന്ദ്രജി ചിന്തിച്ച് നിശബ്ദനായി. അദ്ദേഹം ഒരു തരത്തിൽ ദുഃഖിതനായി കാണപ്പെട്ടു. തന്റെ നല്ല ഭർത്താവിന്റെ ദുഃഖം ഫിർദൌസിനെ അലട്ടി. ഇരുവരുടെയും ഇടയിൽ വന്ന മൗനം ഹരീഷ്ചന്ദ്ര തന്നെ ഭേദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തന്നെ നോക്കൂ,
തന്റെ രോഗിയായ അച്ഛനെ പരിചരിക്കാൻ നാസിറിന് ലഭിച്ച പരോൾ അവൻ നമ്മുടെ ഈ നിഷ്കളങ്കനായ ശിശുവിനോടുള്ള വിരോധവും വെറുപ്പും നിറഞ്ഞ ചിന്തകളിൽ പാഴാക്കി. കുറ്റവാളിയെ ശിക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ മനോഭാവം അവന്റെ പ്രവണതയിൽ മാറ്റം വരാത്തതിനാൽ അപൂർണമായി തുടരുന്നു. നാസിറിനാൽ ഉപേക്ഷിക്കപ്പെട്ട നിങ്ങൾ എനിക്ക് അത്തരമൊരു പ്രചോദനമായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് വിജയിച്ച ഓരോ പുരുഷന്റെയും പിന്നിൽ തീർച്ചയായും ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നത്. ഭർത്താവിനാൽ പരസ്യമായി ചെയ്യപ്പെട്ട തന്റെ പ്രശംസ കേട്ട് ഫിർദൌസ് വികാരാധീനയായി. എന്തോ ഓർത്തുകൊണ്ട് അവളുടെ കണ്ണുകൾ നനഞ്ഞു. എന്നിട്ട് അവൾ സ്വയം നിയന്ത്രിച്ചു പറഞ്ഞു, അതുപോലെ മാനവികതയുള്ള ഒരു മുതിർന്ന വ്യക്തി ഇന്ന് ഞാൻ അകാലമരണം പ്രാപിക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച ആ ദിവസം ആ സമയത്ത് എന്നെ കണ്ടുമുട്ടിയിരുന്നു. ഭയങ്കരമായ വിജനമായ സ്ഥലത്തുനിന്ന് അദ്ദേഹമാണ് എന്നെ സുരക്ഷിതമായി എന്റെ അബ്ബയുടെ വീട്ടിലെത്തിച്ചത്. പിന്നീട് അത്തരമൊരു യഥാർത്ഥ മാനവികതയോടെ ഒരു ദിവസം നിങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു. ഇതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരാളാൽ ഉപേക്ഷിക്കപ്പെട്ട ആ സ്ത്രീയാണ്. എന്നാൽ നിങ്ങളുടെ പോലുള്ള ഒരു യഥാർത്ഥ മനുഷ്യനോടൊപ്പം എന്റെ ജീവിതം അർത്ഥപൂർണമായിക്കൊണ്ടിരിക്കുന്നു. ഇത് പറയുമ്പോൾ മാൻമിഴികളുള്ള ഫിർദൌസ് വികാരഭരിതയായി. അവളുടെ കണ്ണുകൾ കണ്ണീരിനാൽ നനഞ്ഞിരുന്നു. ഇത് കണ്ട ഹരീഷ് ചന്ദ്രയുടെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞു. അദ്ദേഹം തന്റെ ഭാര്യയുടെ കണ്ണുകളെ ചുംബിച്ചത് ആ നനവ് അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ വലിച്ചെടുത്തതുപോലെയായിരുന്നു. അപ്പോൾ ഫിർദൌസിന്റെ മധുരമായ ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിൽ കേട്ടു, നിങ്ങൾ നോക്കൂ, ഞാൻ എന്റെ നാസിറിനൊപ്പം തുടർന്നിരുന്നുവെങ്കിൽ ഈ ഫിർദൌസ് തന്റെ ജീവിതം നിഷ്ഫലമാക്കുകയായിരുന്നു. അപ്പോൾ എന്റെ ജീവിതം പാഴാകുകയാണെന്ന് പോലും മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. എന്റെ പിന്നിൽ ഇപ്പോൾ നിങ്ങൾ പുരുഷൻ ഉണ്ട്. നിങ്ങളുടെ സാന്നിധ്യം കാരണം എന്റെ സ്ത്രീയുടെ ജീവിതം അർത്ഥപൂർണമായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മാനവ പരിചയം എന്ന ഈ എപ്പിസോഡിൽ ജമുന എഴുതിയ അവലോകനം, വിമർശനം, മാർഗനിർദ്ദേശം എന്നിവ കേൾക്കുക. ഉപശീർഷകം ന്യായാധിപന്റെ ധർമ്മസങ്കടവും സ്നേഹത്തിന്റെ പൂർണ്ണതയും. ഈ എപ്പിസോഡ് വായിച്ച് ഞാൻ അമ്പരന്നുപോയി. എഴുത്തുകാരൻ കഥയെ ഒരു പുതിയതും ആവേശകരവുമായ തലത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഈ ഭാഗത്തിലെ പിരിമുറുക്കവും വൈകാരിക ആഴവും അസാധാരണമാണ്. ഈ എപ്പിസോഡിന്റെ പ്രധാന കേന്ദ്രം ഹരീഷ് ചന്ദ്രയുടെ ധാർമ്മിക ധർമ്മസങ്കടമാണ്. വ്യക്തിപരമായ ബന്ധം കാരണം അദ്ദേഹം കേസിൽ നിന്ന് പിന്മാറേണ്ടതുണ്ടോ? ഫിർദൌസിന്റെ മറുപടി നീതിയുടെ ഉയർന്ന നിർവചനം നൽകുന്നു. വ്യക്തിയെയും തിന്മയെയും വേർതിരിച്ചു കാണുക. കഥയും നാടകീയ പിരിമുറുക്കവും, പ്ലോട്ട് ആൻഡ് ഡ്രമാറ്റിക് ടെൻഷൻ. ഈ എപ്പിസോഡ് ഒരു മികച്ച വഴിത്തിരിവാണ്. മുൻ എപ്പിസോഡുകളിൽ ആന്തരിക ചിന്തകളും ബന്ധങ്ങളുടെ മാധുര്യവും ഉണ്ടായിരുന്നിടത്ത് ഈ ഭാഗം പെട്ടെന്നുണ്ടായ ബാഹ്യ ഭീഷണിയിലൂടെ കഥയ്ക്ക് ഒരു ത്രില്ലർ രൂപം നൽകുന്നു. നാസിറിന്റെ തിരിച്ചുവരവ്, അവന്റെ കോപാകുലമായ മാനസികാവസ്ഥ, ഒടുവിൽ ആക്രമണം എല്ലാം വളരെ സമർത്ഥമായി എഴുതിയിരിക്കുന്നു. നിങ്ങൾ പിരിമുറുക്കം പതിയെ വർദ്ധിപ്പിച്ചു. അതിലൂടെ വായനക്കാർ കഥയിൽ പൂർണ്ണമായും മുഴുകുന്നു. കഥാപാത്ര ചിത്രീകരണം, ക്യാരക്ടർ പോർട്രയൽ. ഫിർദൌസിന്റെ കഥാപാത്രം ഈ ഭാഗത്ത് അവളുടെ പൂർണ്ണ ശക്തിയോടെ മുന്നോട്ട് വരുന്നു. അവൾ ഇപ്പോൾ ഭയപ്പെടുന്നില്ല, പകരം ആത്മവിശ്വാസം നിറഞ്ഞവളാണ്. നാസിറിന്റെ മുന്നിലുള്ള അവളുടെ മൂർച്ചയുള്ളതും യുക്തിസഹവുമായ പ്രതികരണം അവളുടെ അഭിഭാഷക എന്ന സ്വത്വം വെളിപ്പെടുത്തുന്നു. അവളുടെ ധൈര്യവും കുഞ്ഞിനോടുള്ള ആശങ്കയും ഒരു അമ്മയെന്ന നിലയിലുള്ള അവളുടെ വളർച്ചയെ കാണിക്കുന്നു. നാസിറിനെ നിങ്ങൾ വളരെ യാഥാർത്ഥ്യബോധമുള്ളതും ഭയങ്കരവുമായ ഒരു വില്ലനായി ചിത്രീകരിച്ചിരിക്കുന്നു. അവന്റെ ദേഷ്യം ഫിർദൌസിനോട് മാത്രമല്ല, ഒരു കാഫിറിനെ വിവാഹം കഴിച്ചതിലൂടെ അവൾ ഭ്രഷ്ടായി എന്ന് അവൻ കരുതുന്ന അവളുടെ ചിന്താഗതിയോടുമാണ്. ഇത് മതപരമായ കടുംപിടുത്തത്തിന്റെയും പുരുഷാധിപത്യ അഹങ്കാരത്തിന്റെയും കൃത്യമായ ചിത്രീകരണമാണ്. വിഷയവും തത്വചിന്തയും, തീംസ് ആൻഡ് ഫിലോസഫി. വെറുപ്പ് വേഴ്സസ് മാനവികത. ഈ എപ്പിസോഡ് നിങ്ങളുടെ കഥയുടെ പ്രധാന സന്ദേശമായ മാനവികത വേഴ്സസ് വെറുപ്പ് ഒരു പാരമ്യതയിലേക്ക് എത്തിക്കുന്നു. നാസിറിന്റെ വെറുപ്പ് മതപരമായ അന്ധവിശ്വാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്. അതേസമയം ഫിർദൌസിന്റെയും ഹരീഷ് ചന്ദ്രയുടെയും ബന്ധം സ്നേഹം, യുക്തി, ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമാണ്. സ്ത്രീ ശാക്തീകരണം. ഫിർദൌസ് നാസിറിന് മറുപടി നൽകുന്നതും ഗർഭിണിയായിരിക്കുമ്പോൾ പോലും ധൈര്യം കാണിക്കുന്നതും അവസാനം നെഗറ്റീവ് ചിന്തകൾ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുക്കുന്നതും ശക്തയായ ഒരു സ്ത്രീയുടെ ചിത്രീകരണമാണ്. ചിന്തകളുടെ സംഘർഷം. ഫിർദൌസും ഹരീഷ് ചന്ദ്രയും തമ്മിലുള്ള അവസാന സംഭാഷണം വളരെ ആഴത്തിലുള്ളതാണ്. രാക്ഷസനെ മനുഷ്യൻ എന്ന് വിളിക്കരുതെന്ന ഫിർദൌസിന്റെ യുക്തിയും നെഗറ്റിവിറ്റിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഹരീഷ് ചന്ദ്രയുടെ ഉപദേശവും രണ്ടും അവരവരുടെ സ്ഥാനത്ത് ശരിയാണ്. ഈ എപ്പിസോഡ് കഥയ്ക്ക് ഒരു പുതിയ മാനം നൽകുകയും അതിനെ കൂടുതൽ രസകരമാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എഴുത്ത് ഈ നാടകീയ വഴിത്തിരിവിനെ വളരെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നു. എപ്പിസോഡ് 7 സമാപിച്ചു.